ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷം പോലും നടത്താൻ സമ്മതിക്കാത്ത ഈ വീട്ടിൽ ഇനിയും ഞങ്ങൾ താമസിക്കുന്നതിൽ എന്താ അർത്ഥം? ഒരർത്ഥവും ഇല്ല. ഈ വീടും അച്ഛന്റെ സ്വത്തും സൗകര്യങ്ങളും ഒന്നും ഇന്നത്തെ ഈ ദിവസത്തേക്കാൾ വലുതല്ല അച്ഛാ. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുക. നിങ്ങൾ ഈ സെന്റി മുടക്ക കളഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കേ. നമുക്കെല്ലാം സെറ്റാക്കാം. ലച്ചുവാ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്കിള് പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ വളരെ പ്രതീക്ഷയോടെയാ സച്ചി വളകാപ്പ് ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചത്. ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിക്കുമ്പോ അവന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ തിരിച്ചറിഞ്ഞതാ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്താ. ഈ ചടങ്ങിൽ അങ്കിൾ മാറി നിൽക്കരുത്. ഇത് ഞങ്ങളുടെ റിക്വസ്റ്റാ. പ്ലീസ് അങ്കിൾ. അങ്കിളിനറിയാലോ എന്റെ കാര്യം. സച്ചേട്ടന്റെ അർച്ചനയുടെ ലൈഫ് കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാ ഞാൻ ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ടെന്നറിഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടിയാ ആരോടും പറയാതെ ഞാൻ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയതും. അങ്കിൾ പ്രഗ്നന്റ് ആവുന്നതും പ്രസവിക്കുന്നതും പ്രഗ്നൻസി പീരീഡിലെ ചടങ്ങുകൾ നടത്തുന്നതും ഒക്കെ ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ്. ഈ വീട്ടിൽ വന്ന മരുമക്കളിൽ അങ്കിൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് അർച്ചനയാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ടാ അങ്കിൾ ഇപ്പൊ ഈ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത്? സച്ചേട്ടന്റെയും അർച്ചനയുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. അങ്കിള് പങ്കെടുക്കാതെ ഈ ചടങ്ങ് വേണ്ട എന്ന് അർച്ചന വാശി പിടിച്ചിരിക്ക. പ്ലീസ് അങ്കിൾ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ക്രൂഷ്യലാണ്, അതെനിക്കറിയാം. പക്ഷേ അതിനിടയിൽ കിട്ടുന്ന ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ, അതല്ലേ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്ത് ചടങ്ങ് വേണമെങ്കിലും അവർ നടത്തിക്കോട്ടെ, അതിനൊന്നും എനിക്കൊരു പരാതിയില്ല. പക്ഷേ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ലക്ഷ്മി മോളെയും സഞ്ജുവിനെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ചെന്ന് സച്ചിയോടും അർച്ചനയോടും ചടങ്ങ് നടത്തിക്കോളാൻ പറയും. അങ്കിൾ ഇല്ല, ഈ വളകാപ്പ് ചടങ്ങിൽ അങ്കിൾ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താ സന്തോഷം? അങ്കിളെ, അങ്കിളിന്റെ പേരെക്കുട്ടിയാ അർച്ചന പ്രസവിക്കാൻ പോകുന്ന. അങ്കിളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതെനിക്കറിയാം. പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല അങ്കിളെ. എങ്കിലും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളിലൊക്കെ എല്ലാവരും പങ്കുചേരുന്നില്ലേ? ഇന്നത്തെ ദിവസം അങ്കിൾ അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ അങ്കിൾ അവരെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? മോനെ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഈ അച്ഛനിപ്പോ ഇതിന് മാത്രമേ കഴിയൂ. അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് ഞാൻ ചെയ്യുന്ന മഹാ അപരാധം തന്നെയാ, എനിക്കറിയാം. എന്നാൽ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ മാർഗമില്ല. വേണ്ട സഞ്ജു, ഇനി അച്ഛനെ നിർബന്ധിക്കണ്ട. ഈ ചടങ്ങ് ഞങ്ങൾ വേണ്ടെന്ന് വെക്കുക. ഇനിയും നടത്താൻ ഞങ്ങൾക്കും താല്പര്യമില്ല. അച്ഛന്റെ വാശി തന്നെ ജയിക്കട്ടെ, ഞങ്ങൾ തോറ്റു കൊടുക്കാം. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തെ ചവിട്ടി അരച്ചതില് അച്ഛന് സന്തോഷിക്കാം. അച്ഛാ, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകനായി വളർന്നതില് എനിക്ക് വലിയ അഭിമാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷം പോലും നടത്താൻ സമ്മതിക്കാത്ത ഈ വീട്ടിൽ ഇനിയും ഞങ്ങൾ താമസിക്കുന്നതിൽ എന്താ അർത്ഥം? ഒരർത്ഥവും ഇല്ല. ഈ വീടും
അച്ഛന്റെ സ്വത്തും സൗകര്യങ്ങളും ഒന്നും ഇന്നത്തെ ഈ ദിവസത്തേക്കാൾ വലുതല്ല അച്ഛ. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുക. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതില് അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട. എല്ലാരും ഒരുപാട് ആഗ്രഹിച്ച് വഴിപാട് നടത്തി കഷ്ടപ്പെട്ട് കിട്ടിയ കുഞ്ഞ. അതിന്റെ പേരിൽ എല്ലാരും ജാതകദോഷം ആരോപിച്ചപ്പോഴും ഞാൻ ആരെയും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇനി ഇതൊന്നും കേട്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഒരു വാടക വീടായാലും മതി, അല്പം സമാധാനം കിട്ടിയാൽ മതി. ജീവിതം സന്തോഷമായിട്ടങ്ങ് പൊക്കോളൂ. ഞങ്ങള് അങ്ങനെ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. അച്ഛന്റെ കൺമുമ്പിൽ പോലും ഇനി ഞങ്ങൾ വരില്ല. എന്റെ കുഞ്ഞിനോട് അച്ഛന് ഇത്രയ്ക്ക് വിരോധമുണ്ടെന്ന് ഞാൻ കരുതിയില്ല അച്ഛൻ. സഞ്ജു, ലക്ഷ്മി, വാ നമുക്കിറങ്ങാം. എവിടെങ്കിലും ഒരു വാടക വീട് കണ്ടുപിടിക്കണം. ഇനി അങ്ങനെയൊക്കെ മതി ഞങ്ങളുടെ ജീവിതം. എടാ, മോനെ, വരാം, ഞാൻ വരാം. ഏട്ടത്തി, ഏട്ടത്തി, എന്താ? വേഗം റെഡിയാവ്. ചടങ്ങിന് വരാന്ന് അങ്കിള് സമ്മതിച്ചു. സത്യാണോ? സത്യം മോളെ. സേതുവിട്ട് സമ്മതിച്ചു. അവിടെ സന്ദീപും അനൂപേട്ടനും എല്ലാരും കൂടി ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വേഗം റെഡിയാവ്. ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ കൃഷ്ണ, എല്ലാ വിഷമങ്ങളും നീ മാറ്റി തന്നല്ലോ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ. വിശ്വസിക്കുക അർച്ചനെ. അങ്കിള് വരും, ചടങ്ങിൽ പങ്കെടുക്കാം. ഇപ്പൊ വിഷമങ്ങളൊക്കെ മാറിയില്ലേ? ഇനി നമുക്ക് വേഗം റെഡിയാവാം. സച്ചേട്ടാ,